ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചി ആണെങ്കിൽ രേവതിയോട് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല രേവതി എന്ന് പറയുന്ന സമയത്ത് നീ വേണമെങ്കിൽ ആളെ വിളിച്ചു നോക്ക്, ഞാൻ ഫോൺ എടുത്തു തരാമെന്ന് പറയുമ്പോൾ അവൾ കൈ കൂപ്പിക്കൊണ്ട് പറയുന്നുണ്ട്, വേണ്ട, നിങ്ങളുടെ കൂട്ടുകാരല്ലേ, നിങ്ങൾ പറയുന്നതിൻ്റെ അപ്പുറം അവർ പറയൂ നിങ്ങൾ കുടിച്ചിട്ടില്ല എന്ന്, നിങ്ങളുടെ ഭാഗത്തെ ന്യായമല്ലേ അവർ പറയുള്ളൂ എന്നിങ്ങനെ പറഞ്ഞിട്ട് നിൽക്കാണ്. അപ്പോൾ ആ സമയത്ത് രേവതി, ഞാൻ നിന്നോട് എപ്പോഴെങ്കിലും ഇത്ര നാളായില്ലേ നമ്മൾ ഒന്നിച്ച് ജീവിക്കുന്ന, ഇത്ര നാളായിട്ട് നിന്നോട് ഞാൻ എപ്പോഴെങ്കിലും കളവ് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതിനെപ്പറ്റിയൊന്നും നിങ്ങൾ പറയണ്ട, എൻ്റെ അനിയൻ ശരത്തിൻ്റെ കൈയൊടിച്ച് അതെന്തിനാണെന്ന് നിങ്ങൾ ഇതുവരെയും പറഞ്ഞിട്ടില്ല, അതെന്തൊക്കെയോ നുണകളൊക്കെ പറഞ്ഞ് നിങ്ങൾ നടക്കുകയില്ലേ എന്ന് പറയാണ്. അത് വേറെ കാര്യമാണ് രേവതി എന്ന് പറയുന്നുണ്ട്. എന്തായാലും എനിക്കൊന്നും കേൾക്കണ്ട, എൻ്റെ ജീവിതം നശിച്ചു, അത്രേ എനിക്ക് അറിയാനുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വളരെ വിഷമത്തോടു കൂടി അങ്ങനെ അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ സച്ചി വേഗം തന്നെ ആ വീട്ടിൽ നിന്നും പോയിട്ട് വേഗം തൻ്റെ ആ കാറിൽ ഇടുന്ന സ്ഥലത്ത് കൂട്ടുകാരെ കാണാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ കൂട്ടുകാരോട് പറയുന്നുണ്ട്, എന്നെ ആരും വിശ്വസിക്കുന്നില്ല, എന്നെ സ്നേഹിച്ച എൻ്റെ അച്ഛനും രേവതിയൊന്നും എന്നെ വിശ്വസിക്കുന്നില്ല, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എൻ്റെ അച്ഛൻ എന്നെ വെറുക്കും, എൻ്റെ അച്ഛൻ എനിക്കിങ്ങനൊരു മകനില്ലെന്ന പോലെയാണ് എന്നോട് സംസാരിച്ചതെന്ന് പറയുമ്പോൾ, നീ ഒന്ന് വെറുതെ ഇരുന്ന്, നിന്നെ ആ സമയത്ത് ദേഷ്യം വന്നപ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, നീ അതൊന്നും കാര്യമാക്കണ്ട എന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാർ നമ്മുടെ സച്ചിയെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ രേവതിയാണെങ്കിൽ കടയിലേക്ക്, അതായത് വണ്ടിയും എടുത്ത് പുറത്തേക്ക് ഇറങ്ങുകയാണ്. വഴിയരികിൽ വെച്ചിട്ട് ആന്റണിയെ കാണുകയാണ്. അങ്ങനെ ആന്റണി വണ്ടി നിർത്തിയിട്ട് നമ്മുടെ രേവതിയുടെ അരികിലേക്ക് ചെന്നിട്ട് പറയാണ്, അല്ല, ചേച്ചിയുടെ ഭർത്താവിൻ്റെ വീഡിയോ ഒക്കെ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുകയാണല്ലോ, ചേച്ചി എപ്പോഴും എന്നെ കുറ്റം പറയായിരുന്നല്ലോ, എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ കള്ളുകുടിയനാണ്, ഞാൻ മോശക്കാരനാണെന്നൊക്കെ പറയാണ്, ഇപ്പം ചേച്ചിയുടെ ഭർത്താവ് എങ്ങനെയാ, അതെ, എന്നെ മര്യാദ പഠിപ്പിക്കാതെ ചേച്ചിയുടെ ഭർത്താവിനെ മര്യാദ പഠിപ്പിക്കാൻ നോക്കൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആന്റണിയുടെ വക ഭയങ്കര പരിഹാസവും കാര്യങ്ങളൊക്കെ നമ്മുടെ രേവതിക്ക് ഏൽക്കുന്നുണ്ട്. അങ്ങനെ രേവതി അവിടെ നിന്നും പോകുന്നത് ഒരു കടയിലേക്കാണ്, പൂക്കടയിലേക്കാണ്. അപ്പോൾ അവളുടെ അറിയണ രണ്ട് ചേച്ചിമാർ ആ പൂക്കടയിലുണ്ട്. അപ്പോൾ രേവതിയോട് ചോദിക്കുന്നുണ്ട്, രേവതി, എന്തൊക്കെയാണ് ഞങ്ങൾ കേൾക്കുന്നത്, മോളുടെ ഭർത്താവ് തന്നെയാണ് ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്, മോളുടെ ഭർത്താവ് ഇത്ര വലിയ കുടിയനാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അറിയില്ല ചേച്ചി, എൻ്റെ തലയിലെടുത്ത് അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത്, മോളെ, എൻ്റെ ഭർത്താവും ഇതുപോലെ ആദ്യം നല്ലോണം കുടിക്കുന്ന ഒരാളായിരുന്നു, അതിനുശേഷം ഞാൻ ഒരു മരുന്ന് അയാൾക്ക് ഒരു പാലിൽ കലക്കി കൊടുത്തതിന് ശേഷമാണ് അയാളുടെ ഈ കുടിയൊക്കെ മാറിയത്, പിന്നീട് അയാൾ ഒരു തുള്ളി മദ്യം പോലും തൊട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. സത്യമാണോ ചേച്ചി പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ, അതേ രേവതി, നിനക്ക് ആ മരുന്ന് വേണോ എന്ന് ചോദിക്കുകയാണ്. ഇതറിയായിരുന്നെങ്കിൽ ചേച്ചിക്ക് നേരത്തോടെ ഇത് തന്നൂടായിരുന്നു എന്ന് പറയുമ്പോൾ, അതിന് ഇങ്ങനെ ഒരു ഇത്ര അധികം കള്ളു കുടിക്കുന്ന കാര്യമൊന്നും എനിക്കറിയില്ലല്ലോ മോളെ എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ആ സ്ത്രീ രേവതിക്ക് മരുന്നൊക്കെ വാങ്ങിക്കൊടുക്കുകയാണ്. ആ മരുന്നുമായിട്ട് എന്തായാലും രേവതി അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ തിരികെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ നമ്മുടെ സച്ചിയുടെ കൂട്ടുകാരനെ രേവതി കാണുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ പറയാണ്, രേവതി, അവനെ നീ വിശ്വസിക്കണം, അവനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു, അവൻ ഇതുവരെയും പകൽ സമയത്ത് മദ്യപിച്ചിട്ടില്ല, തന്നെയല്ല നീ എത്രയും കഷ്ടപ്പെട്ട് വാങ്ങിക്കൊടുത്ത കാറ് അവനത് പൊന്നു പോലെയാണ് കൊണ്ടു നടക്കുന്നത്, ആ കാറിൽ മദ്യപിച്ചിട്ട് അവൻ ഓടിക്കുന്നു, ഞങ്ങൾക്ക് തോന്നുന്നില്ല ഇതിൻ്റെ പുറകിൽ എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട് രേവതി എന്നിങ്ങനെ പറയുമ്പോൾ, നിങ്ങളല്ലെങ്കിലും സച്ചേട്ടനെ അല്ലെങ്കിലും ഇങ്ങനെയൊക്കെയല്ലേ പറയുള്ളൂ, എന്തായാലും ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞ് അങ്ങനെ പോവുകയാണ്. അങ്ങനെ അതിനുശേഷം നമ്മുടെ രേവതി അടുക്കളയിൽ എത്തിയിട്ടും ഓറഞ്ച് ഇരിക്കുന്നുണ്ടാകും, ആ ഓറഞ്ച് എടുത്ത് ജ്യൂസ് അടിച്ചിട്ട് ഈ മരുന്ന് അതിൽ കലക്കി വെക്കുകയാണ്. അപ്പോഴായിരിക്കും രേവതിയെ രവീന്ദ്രൻ വിളിക്കുന്നത്, ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങി വന്നേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ സമയത്ത് എന്താ അച്ഛാ എന്നും ചോദിച്ചിട്ട് ആ ജ്യൂസ് അവിടെ കലക്കി വെച്ചിട്ട് വേഗം തന്നെ അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു വിവാഹ ചടങ്ങുണ്ട്, അതിന് വേണ്ടിയിട്ട് പൂമാലയും 2 പൂമാലയും അതുപോലെ ബൊക്കയും കാര്യങ്ങളൊക്കെ വേണമെന്നിങ്ങനെ പറയുമ്പോൾ അഡ്വാൻസ് ആയിട്ട് 1000 രൂപയും കൊടുക്കുന്നുണ്ട്. എന്തായാലും മോളുടെ പൂക്കട അത് നല്ല രീതിയിൽ എല്ലാവരും അറിയുന്നുണ്ട്, പൂക്കട ഇവിടുന്ന് പോയി കഴിഞ്ഞാലും മോള് ഈ വണ്ടിയിൽ പോയിട്ട് പൂക്കച്ചവടമൊക്കെ നടത്തുന്നുണ്ടല്ലോ, അതൊക്കെ നല്ല രീതിയിൽ നടക്കട്ടെ, അതൊക്കെ എന്തായാലും സച്ചി ആഗ്രഹിച്ചതുപോലെ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്നിങ്ങനെ പറയുമ്പോൾ സച്ചി അവിടെ നിന്ന് ഇത് കേൾക്കുന്നുണ്ട്. ഇവന് വ്യക്തമായി എന്താണ് ഇവർ രണ്ടുപേരും സംസാരിക്കുന്നതെന്ന് സച്ചിക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും സച്ചി എന്ന വാക്ക് അവൻ കേൾക്കുന്നുണ്ട്. അങ്ങനെ രേവതി അകത്തേക്ക് പോവുകയാണ്. അതേ സമയത്ത് സച്ചി ഇങ്ങോട്ട് വരുമ്പോൾ അച്ഛൻ രവീന്ദ്രന് അച്ഛാ എന്നും വിളിച്ചിട്ട് സച്ചി വരുമ്പോൾ രവീന്ദ്രൻ മുഖം കൊടുക്കാതെ മാറിപ്പോവുകയാണ്. അങ്ങനെ അകത്തേക്ക് എത്തുമ്പോൾ രേവതി സച്ചിയുമായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എന്നോട് ഇപ്പോഴും അച്ഛന് ദേഷ്യമാണ്, നിന്നോട് എന്തൊട്ട് എന്നെ പറ്റി എന്തോ പറഞ്ഞായിരുന്നല്ലോ സച്ചി എന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ എന്ന് പറയുമ്പോൾ, അത് കേട്ടായിരുന്നു എന്ന് ചോദിക്കണം. അത് വേറൊന്നുമല്ല, അത് പിന്നെ കുറച്ച് ഓറഞ്ച് അച്ഛൻ വാങ്ങിക്കൊണ്ട് വന്നു, അപ്പോൾ അത് ജ്യൂസ് അടിച്ച് നിങ്ങൾക്ക് കൊടുക്കാൻ പറഞ്ഞു എന്നോട്,
മറ്റുള്ള സാധനങ്ങളൊക്കെ കുടിച്ച് ശരീരം നശിപ്പിക്കാതെ അത് കുടിക്കാനാണ് അച്ഛൻ ആവശ്യപ്പെട്ടത് എന്ന് പറയുമ്പോൾ സത്യമാണോ രേവതി എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, ഇപ്പൊ മനസ്സിലായില്ലേ അച്ഛൻ എന്നോട് ദേഷ്യപ്പെട്ടെങ്കിൽ അച്ഛൻ എന്നോട് ഇഷ്ടമുണ്ട് എന്നിങ്ങനെ രേവതി പറഞ്ഞു, അല്ല നമ്മുടെ സച്ചി പറയുന്നുണ്ട്. അങ്ങനെ എടുത്തുകൊണ്ട് വരട്ടെ ജ്യൂസ് എന്ന് ചോദിക്കുമ്പോൾ എടുത്തുകൊണ്ട് വാ എന്ന് പറയുന്നുണ്ട്. ഇതേ സമയത്ത് ചന്ദ്രയാണെങ്കിൽ രേവതി എന്ന് വിളിച്ചുകൊണ്ട് അടുക്കളയിലോട്ട് വരികയാണ്. അങ്ങനെ അടുക്കളയിൽ രേവതിയെ കാണുന്നില്ല, പക്ഷെ പകരം അവിടെ ജ്യൂസ് ഇരിക്കുന്നത് കാണുമ്പോൾ സച്ചിക്ക് കലക്കി വെച്ചതാവും അമ്പടി, അങ്ങനെ ഇപ്പം അവൻ കുടിക്കണ്ട എന്നും പറഞ്ഞ് അതെടുത്ത് മുഴുവനോട് കൂടിയിട്ട് ചന്ദ്ര അതെടുത്ത് കുടിക്കുകയാണ്. ആ കുടിച്ച് പാത്രം അവിടെ വെക്കുന്ന കാഴ്ച കണ്ടുകൊണ്ട് അവിടേക്ക് രേവതിയും വരുന്ന. രേവതി ചോദിക്കുന്നുണ്ട്, അമ്മേ ഇത് അതെ നീ സച്ചിക്ക് ഉണ്ടാക്കിയ ജ്യൂസായിരിക്കും, അതിനെന്താ ഞാൻ കുടിച്ചാലെന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെട്ടിട്ട് നമ്മുടെ ചന്ദ്ര അവിടെയൊന്നും പോകുന്നുണ്ട്. രേവതിക്ക് അപ്പോഴേക്കും ഭയങ്കര ടെൻഷനൊക്കെ ആയി. അതിൽ മരുന്ന് കലർത്തിയിട്ടുണ്ടല്ലോ, ഇനിയിപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും വരുമോ എന്നുള്ള പേടിയൊക്കെ ആയി. ആ മരുന്ന് തന്ന ആ ചേച്ചിയെ ഫോൺ വിളിച്ചിട്ട് ചേച്ചി ഫോൺ എടുക്കുന്നില്ല. അതേ സമയത്ത് വേഗം തന്നെ അവൾ തൻ്റെ സ്കൂട്ടിയും എടുത്തിട്ട് ആ ചേച്ചിയെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. ഇതേ സമയത്ത് ചന്ദ്രയ്ക്ക് വലിയ കുഴപ്പമൊന്നും ആദ്യം ഉണ്ടായില്ലെങ്കിലും പിന്നീട് അവിടേക്ക് ഭാമ വരികയാണ്. ഭാമ ആൻറ്റി വരുന്നുണ്ട്. അപ്പോൾ ഭാമയോട് ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ അവൾ ബാത്റൂമിലേക്ക് ഓടിപ്പോകുന്നുണ്ട്. അങ്ങനെ അവൾക്ക് നിക്കക്കളിയില്ല, ഏതു നേരം ബാത്റൂമിൽ പോയി ടോയ്ലറ്റിൽ പോകേണ്ട ഒരു ആവശ്യം അവളിങ്ങനെ ഓടി നടക്കുന്നുണ്ട്. എന്തായാലും അവശയായിട്ട് നമ്മുടെ ചന്ദ്ര അങ്ങനെ കിടക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് നാളെ കാണിക്കാൻ പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ബൈ, താങ്ക്